ജയറാം സംസാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിന്ന് സിനിമയിലെത്തിയവരാണ്. മിമിക്രി എന്ന കലയിലൂടെ വന്നവരാണ്. അദ്ദേഹത്തെക്കാൾ കുറച്ച് മുമ്പ് ഞാൻ എത്തിയെന്ന് മാത്രം. സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സലീം കുമാറിൻ്റെ തുടക്കകാലം തൊട്ടുള്ള സിനിമയിൽ അദ്ദേഹം മിമിക്രിയിൽ നിന്ന് എത്തി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള സിനിമകളിൽ, പ്രത്യേകിച്ച് അനിൽ ബാബുവിൻ്റെയൊക്കെ സിനിമകളിലുള്ള എൻ്റെ സിനിമകളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജുകളിൽ പലതും ഒരുമിച്ച് തിരിച്ചും ഞങ്ങൾ രണ്ടാമതും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ പറവൂരെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ സ്വന്തമായി അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ അതിനുവേണ്ടി വരാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ബഹുമതി കിട്ടിയപ്പോൾ അതിനും ഞാൻ ഈ പറവൂരെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. മൂന്നാമത് പ്രാവശ്യം ഈ പറവൂരെത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമില്ല. എല്ലാ പ്രാർത്ഥനകളും. നടൻ ജയറാം ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും മിമിക്രി എന്ന കലാരൂപത്തിൽ നിന്നാണ് സിനിമാ രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണമായി പറയാൻ പല കാര്യങ്ങളും സമാനതകളുണ്ടായത്. അപാരമായ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളായിരുന്നു സലീം കുമാറിൻ്റെ അമ്മ. ആ അമ്മയിൽ നിന്നായിരിക്കാം തനിക്കും ഈ ഭരിതബോധം കിട്ടിയത് എന്ന് ഇടയ്ക്കിടെ സലീം കുമാർ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ ധർമ്മപത്നി സുനിത അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ചന്തു ആരോമലും അവിടെ മൃതദേഹത്തിനരികിൽ ഉണ്ട്. എക്കാലവും തൻ്റെ ജീവിതത്തിലെ നക്ഷത്രം പൊലിയുന്നതിൻ്റെ നിമിഷങ്ങൾ ഓർത്ത് സുനിത എന്ന ധർമ്മപത്നി അവിടെയുണ്ട്. നമുക്കറിയാം ഇത്തരം കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യം, ഒരു ദീപ്ത നക്ഷത്രം അവിടെയുണ്ടെങ്കിൽ ആ നക്ഷത്രം പൊലിയുമ്പോൾ ആ നഷ്ടം നികത്താൻ അവർ വളരെ പാടുപെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ചു കാലം മുമ്പ് പത്മരാജൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് റേഷൻ കടയിൽ പോകാൻ പോലും അറിയില്ല, ഒന്നും അറിയിച്ചിട്ടില്ല അദ്ദേഹം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അനാഥമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാകും. എന്നാൽ ചന്തു ഇപ്പോൾ സിനിമയിൽ സജീവമായി വരികയാണ്. ഇപ്പോൾ ഇടവേള ബാബു, ഒരുപാട് കാലം അമ്മയുടെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു, സലീം കുമാറുമായിട്ടൊക്കെ ഒരുപാട് നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ച നടൻ ഇടവേള ബാബു കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീമൂലനഗരം മോഹൻ, പ്രശസ്ത നാടകകൃത്ത ശ്രീമൂലനഗരം മോഹൻ അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീമൂലനഗരം മോഹൻ്റെയും ഒരു സിനിമ കുടുംബമാണ് നമുക്കറിയാം. അദ്ദേഹം സിനിമകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീമൂലനഗരം വിജയൻ ഇവരുമായിട്ടൊക്കെ ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു പ്രശസ്ത നടനായിരുന്നു. KR ഗോപികൃഷ്ണൻ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ കേവലമായ ദുഃഖമെന്ന് നമ്മൾ പറയുന്നതിന് അപ്പുറം ഒരു യഥാർത്ഥ മനുഷ്യൻ കടന്നു പോകുന്നൊരു വേദനയും നമുക്കുണ്ട്. അതേസമയം സിനിമകളിലെ അഭ്രപാളികളിൽ അത്ഭുതങ്ങൾ എഴുതിയ ഒരു നടൻ്റെ ജീവിതത്തിന് തിരശ്ശീല വീണു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മളെ നൊമ്പരപ്പെടുത്തുന്നു. ഗോപികൃഷ്ണൻ. SKN 56-ാം വയസ്സിലാണ് നമ്മളെ വിട്ട് സലീം കുമാർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവിശ്വസനീയമായ ഒന്നുമാണ്. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് വലിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെയും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഇതിനു മുൻപും പലവട്ടവും ആരോഗ്യസ്ഥിതി മോശമാവുകയും പക്ഷേ അദ്ദേഹം അത്ഭുതകരമായ തിരിച്ചുവരവുകൾ നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ വീണ്ടും സലീം കുമാർ ചിരിച്ചുകൊണ്ട് തിരികെ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു രംഗമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അവിചാരിതമായ അവിശ്വസനീയവണ്ണം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പത്നി സുനിത, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ചന്തുവും ആരോമലും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നവർ, അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടന്നവർ, അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെ എന്നും സലീം കുമാറിനെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ, പറവൂരിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തെ കണ്ടും അടുത്തറിഞ്ഞും അദ്ദേഹത്തോട്
ജനങ്ങളോട് സംസാരിച്ചും ഇടപഴകിയും ജീവിച്ച സാധാരണക്കാരായ മനുഷ്യർ, അവരൊക്കെ തന്നെ പറവൂർ ടൗൺ ഹാളിൽ ഇപ്പോൾ ഈ ചേതനയേറ്റ ശരീരം അത് അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയുണ്ടായിരുന്നു ഇതുവരെ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും SKN കൂടി വരികയാണ്. സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല സലീം കുമാറുമായിട്ടുള്ള ജൈവബന്ധമുള്ളത്. അദ്ദേഹം സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിൽ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഒരു കലാകാരൻ എന്ന നിലയിൽ കേരളത്തിൽ സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടുകളും അതോടൊപ്പം തന്നെ മതനിരപേക്ഷ നിലപാടുകളുമായിരുന്നു. സലീം എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് പേരിട്ടതിനെക്കുറിച്ച് പറഞ്ഞത് ജാതിയോ മതമോ ഏതാണ് എന്നൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പേരായിരിക്കണം, അതുകൊണ്ടാണ് സലീം എന്ന് അദ്ദേഹത്തിന് പേരിട്ടത്. പിന്നീട് അദ്ദേഹം സ്കൂളിൽ ചേർത്തപ്പോൾ അധ്യാപികയാണ് കുമാർ എന്ന് ചേർത്ത് സലീം കുമാർ എന്ന പേരുണ്ടായത്. മാത്രമല്ല ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഓർത്തെടുക്കുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളത്, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു താങ്കൾ ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശ്രീനാരായണൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണീയ വചനം പറഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അതാണ് എൻ്റെ ജാതിയും മതവും എന്നാണ് സലീം കുമാർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. അങ്ങനെ കേരളത്തിലെ ഒരു മതേതര രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ സലീം കുമാറിനെ പോലുള്ള കലാകാരന്മാർ അത്തരത്തിലുള്ള വലിയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളുകളാണ്. നേരത്തെ നടൻ ജയറാം അനുസ്മരിച്ചതുപോലെ തന്നെ സ്വന്തം കരിയറിൽ സ്വന്തം പ്രൊഫഷനിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ സ്വന്തം അഭിപ്രായങ്ങളോട് നേരും നെറിയും പുലർത്തിയ കലാകാരനാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു സംവിധാനത്തിൻ്റെയോ ഭാഗമാകാൻ സലീം കുമാർ നിന്നുകൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ അർഹിക്കുന്ന തരത്തിലുള്ള ഒരുപക്ഷെ അത്തരം അലങ്കാരങ്ങൾ സലീം കുമാറിന് ലഭിക്കാതെ പോയത്. കേവലം ഒരു ഹാസ്യ നടൻ എന്ന നിലയിലല്ല സലീം കുമാർ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതിന് ഏറ്റവും വലിയ നേർസാക്ഷ്യങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള അച്ഛൻ ഉറങ്ങാത്ത വീട് പോലെയുള്ള സിനിമ, ആദാമിൻ്റെ മകൻ അബു, അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന ബഹുമതി ലഭിക്കുന്നു. അങ്ങനെ സലീം കുമാർ വൈവിധ്യങ്ങളാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ഒരുപക്ഷെ ഹാസ്യത്തിന് ഒരു പുതിയ രൂപം സ്വന്തം ശരീരഭാഷയിലൂടെയും ശബ്ദത്തിലൂടെയും നൽകി അനുകരണീയമായ രീതിയിൽ അത് അബ്രപാളികൾ എത്തിച്ച നടനാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ സലീം കുമാർ നേരത്തെ ജയറാം പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പറഞ്ഞതുപോലെ ഒരേ മിമിക്രി എന്ന ഒരേ കലാരൂപത്തിൽ നിന്നാണ് രണ്ടുപേർ വന്നതെങ്കിലും വ്യത്യസ്തമായ രീതിയിലായിരുന്നു സിനിമകളിൽ അവരുടെ പ്രകടനം. സലീം കുമാർ ആ അർത്ഥത്തിൽ ഒരിക്കലും അനുകരിക്കപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ആ റേഞ്ചുള്ള ഒരു നടനായി സലീം കുമാർ മാറി. അങ്ങനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരൻ്റെ വിടവാങ്ങൽ കൂടിയാണ് നമ്മളിപ്പോൾ, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. SKN ഇനിയിപ്പോൾ 1 മണി വരെയാണ്, ഇപ്പോൾ 10:30 മണി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയക്രമത്തിൽ മാറ്റമുണ്ടായേക്കാം. ദേശീയ സംസ്ഥാന ബഹുമതികൾ നേടിയിട്ടുള്ള കലാകാരൻ എന്ന നിലയിൽ ഔദ്യോഗികമായ ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തിൻ്റെ വസതിയായ ലോഫിംഗ് വില്ലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ ഇവിടെ ടൗൺ ഹാളിൽ ഉണ്ട്. അവരുടെ വേദന നിറഞ്ഞ മുഖം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. SKN ഏതായാലും 2 കാര്യങ്ങളോടാണ് താൻ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു സലീം കുമാർ. അദ്ദേഹം ദൈവമായി കണ്ടത് ചിരിയെയാണ്, മറ്റൊന്ന് അദ്ദേഹം അമ്മയോടാണ് അദ്ദേഹത്തിന് കടപ്പാടുണ്ടായിരുന്നത്. ചിരിയെക്കുറിച്ച് പറയുമ്പോൾ സലീം കുമാർ പറഞ്ഞിട്ടുള്ളത് ചിരിയാണ് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. ചിരിച്ചുകൊണ്ടും ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടുമാണ് താൻ ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ളത്. അതിനോടുള്ള ഓർമ്മ എന്ന പോലെയാണ് അദ്ദേഹം ലോഫിംഗ് വില്ല എന്ന പേര് അദ്ദേഹത്തിൻ്റെ വസതിക്ക് നൽകിയത്. കൃഷിയോട് വലിയ താല്പര്യമുണ്ടായിരുന്ന കലാകാരൻ കൂടിയാണ് സലീം കുമാർ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനായി മണ്ണിനോട് ചേർന്ന് നിന്ന് ഏറ്റവും വിനയത്തോടുകൂടി ഏറ്റവും സത്യസന്ധമായി ജീവിതത്തിനൊപ്പം നിന്നിരുന്ന ആളാണ് സലീം കുമാർ. അദ്ദേഹത്തിന് കൃഷിയോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊക്കാളി കൃഷി നടത്തിയിരുന്നു. അദ്ദേഹം പലപ്പോഴും കൃഷിയെക്കുറിച്ച് വാചാലനായിരുന്നു. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ കഴിയുമ്പോഴും താൻ ആരാണെന്നും താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും ഏത് സമൂഹത്തിലാണ് താൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഒരിക്കലും മറന്നു പോകാത്ത ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്കൊപ്പം നിന്ന വ്യക്തിയാണ് സലീം കുമാർ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ആ നിലയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരാളായി മാറാതിരുന്നത്. അതൊരിക്കലും ഒരു തരത്തിലും സലീം കുമാർ വേദന ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഏറ്റവും അവസാന നാളുകളിൽ പോലും താൻ ആരാണോ താൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ ആവർത്തിക്കുകയും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംഘടനകളോ ഏതെങ്കിലും സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും കോക്കസുകളിലോ സലീം കുമാറെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. പലപ്പോഴും സലീം കുമാറിൻ്റെ ഈ തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് മിത്രങ്ങൾ
ബന്ധങ്ങൾ എന്ന പോലെ തന്നെ ശത്രുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഹാസ്യം പലരെയും വേദനിപ്പിക്കുകയും അപ്പോഴും സലീം കുമാറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഒരു സംവിധാനത്തോടോ ഉള്ള ശത്രുതയല്ല അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളായിരുന്നു പുറത്തു വന്നത്. ആ അർത്ഥത്തിൽ സലീം കുമാർ ഒരു സമ്പൂർണ്ണനായ പച്ച മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരിക്കലും അദ്ദേഹം സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരേ റൂട്ടിലോടുന്ന ബസ്സാണ് അതെന്നാണ്. അത് അദ്ദേഹം നർമ്മം കലർന്ന ഭാഷയിൽ പറയുകയും പലപ്പോഴും ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ പലരും അദ്ദേഹത്തോട് പരിഭവിച്ച് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ SKN താങ്കൾ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞതുപോലെ ഒരിക്കലും തൻ്റെ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈന്യതയെക്കുറിച്ചോ സലീം കുമാർ പറയാൻ ഇഷ്ടപ്പെട്ടെന്നില്ല. ഏത് സന്ദർഭത്തിലും ഏത് അവശതയിലും അദ്ദേഹത്തോട് തങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം ഗംഭീരമായി പോകുന്നു. ഒടുവിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ മരണത്തെക്കുറിച്ച് അദ്ദേഹം മരണത്തെ കണ്ടിരുന്നു, ഏറ്റവും അടുത്തെത്തി മരണം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.